നീ പോകുന്നിടത്തേക്കെല്ലാം കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കാനും, കർത്താവിൽ അവലംബം വെക്കുന്ന നീ, അവനിൽ ആശ്രയം വെക്കുന്ന നീ, നിൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ, നിൻ്റെ സ്വാധീനം കെട്ടുപോകുമ്പോൾ, നീ നിരാലംബനാകുന്ന ഓരോ നിമിഷവും നീ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യവും ചൈതന്യവും സാന്നിധ്യവും നിനക്ക് അവകാശവും ഓഹരിയുമൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വഴി യാത്രയിലെ റാഫേലിനെ അയച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ചൈതന്യം തോബിയാസ് റാഫേലിനെ പോലെ കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ ആളായ്മയായി നിനക്ക് അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കച്ചവട ബന്ധങ്ങൾ, ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, മാർഗങ്ങൾ, നിൻ്റെ ജീവിത മാർഗങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിൻ്റെ ജീവിത സന്ധാരണ മേഖലകളിൽ നീ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളും മറ്റുള്ളവർ ഉയർത്തുന്ന മത്സരങ്ങളും നിൻ്റെ ജീവിത മാർഗങ്ങൾ കെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കുകയും അത് ആളിക്കത്തുകയും ചെയ്യട്ടെ. കാനായിലെ കല്യാണത്തിലേക്ക് സന്നിഹിതയായ പരിശുദ്ധ അമ്മ മറിയം നിൻ്റെ ജീവിത കണ്ണുനീരെ കർത്താവിൻ്റെ തിരുസേനയിൽ താലത്തിലാക്കി സമർപ്പിക്കുകയും ഈശോ ആവർത്തിക്കുകയും ആശീർവദിക്കുകയും അതിനൊക്കെ രത്നങ്ങളായി ദൈവത്തിന് വിലപിടിയാത്ത ദൈവത്തിൻ്റെ കൃപയായി നിൻ്റെ ജീവിത മണ്ഡല അനുഗ്രഹങ്ങളായി തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരം മുഴുവൻ രോഗമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് മനസ്സ് ഇടിയുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് സാമ്പത്തികമായി ദരിദ്രം സംഭവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് വരുമാനത്തിന് ഉള്ള മാർഗം നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് ജീവിതമാർഗം അടഞ്ഞുപോയതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവം തന്നെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കൃപയായി നിങ്ങൾ നിറയട്ടെ. ജീവിതമാർഗം കർത്താവ് അതിൻ്റെ വാതിൽ തുറന്നു തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കളെ കൊണ്ട് പൊറുതി മുട്ടിയവർ, മക്കൾ പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറ്റായ ശീലങ്ങളിലും ചെന്ന് അകപ്പെട്ടിട്ട് പ്രാർത്ഥനയുമില്ല, ദൈവവുമില്ല, അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും ഭ്രാന്തമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന മക്കളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ദുശ്ശീലങ്ങളെ ബന്ധിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വെക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തികളെയും നിൻ്റെ ഒപ്പിനെയും നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ താമസം, നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ കർത്താവിനെ ഏറ്റെടുക്കുകയും നിനക്കത് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകളിൽ നീ തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശ്യിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങളെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കപ്പെടട്ടെ.